ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് +2 ബിസിനസ് സ്റ്റഡീസിൻ്റെ ഈ വർഷത്തെ പബ്ലിക് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ്. ക്വസ്റ്റ്യൻ പേപ്പർ മൊത്തത്തിലൊന്ന് ഇവാലുവേറ്റ് ചെയ്യുകയാണെങ്കിൽ കുട്ടികളുടെ ഭാഗത്തുനിന്ന് റെസ്പോൺസ് എന്ന് പറയുന്നത് ഒരു ടഫ് ക്വസ്റ്റ്യൻ പേപ്പർ എന്നുള്ള രീതിയിൽ തന്നെയാണ്. ഈ ക്വസ്റ്റ്യൻ പേപ്പർ മൊത്തത്തിലൊന്ന് നോക്കുമ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് പൊതുവേ നമ്മുടെ ബിസിനസ് സ്റ്റഡീസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസാണ് ഇത്തവണത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള രീതിയിൽ തന്നെയാണ് കുട്ടികൾ മൊത്തത്തിൽ റെസ്പോണ്ട് ചെയ്തത്. നമുക്കെന്തായാലും ഈ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇതിൽ ഫസ്റ്റ് പാർട്ടിൽ 1 മുതൽ 10 വരെയുള്ളത് 1 വേർഡ് ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അതിൽ ആദ്യത്തെ 10 ക്വസ്റ്റ്യനിൽ നിന്ന് 8 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്താൽ മതി. ഓക്കെ, അത് നമുക്കറിയുന്ന കേസ് തന്നെയാണ്. മോഡൽ എക്സാമിൻ്റെ അതേ പാറ്റേൺ തന്നെയാണ് ഫോളോ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ നെറ്റ്വർക്ക് ഓഫ് സോഷ്യൽ റിലേഷൻഷിപ്പ് വിച്ച് അറൈസസ് സ്പോണ്ടേനിയസ്ലി ഡ്യൂ ടു ഇൻട്രാക്ഷൻ അറ്റ് വർക്ക്. സോഷ്യൽ റിലേഷൻഷിപ്പ് കാണിക്കുന്ന നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ഏതാണ്? ഇൻഫോർമൽ ഓർഗനൈസേഷനാണ്. അതെല്ലാവർക്കും എഴുതാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യനാണ്. ദെൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റിൽ നിന്നുള്ള ക്വസ്റ്റ്യനാണ്. ഇതിൽ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിൽ മാനേജിംഗ് ഡയറക്ടർ വന്നിട്ടുണ്ട്. എന്നിട്ട് മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ്, ലോവർ ലെവൽ മാനേജ്മെൻറ്റിൽ ആരൊക്കെയാണ് അതിൽ ഉൾപ്പെടുക എന്നുള്ള രീതിയിലാണ് ചോദ്യം ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അത് ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് എഴുതാം. മിഡിൽ ലെവൽ മാനേജ്മെൻറ്റിൽ മാനേജേഴ്സ്, പ്രൊഡക്ഷൻ മാനേജർ, സെയിൽസ് മാനേജർ, HR മാനേജർ എന്നുള്ള രീതിയിൽ മാനേജേഴ്സൊക്കെ മിഡിൽ ലെവൽ മാനേജ്മെൻറ്റിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. അതിലേതെങ്കിലും ഒന്ന് എഴുതി വെച്ചാൽ മതി. ദെൻ ലോവർ ലെവൽ മാനേജ്മെൻറ്റിൻ്റെ കേസിൽ നോക്കുകയാണെങ്കിൽ സൂപ്പർവൈസേഴ്സ്, ഫോർമാൻ, സൂപ്രണ്ട് എക്സെട്ര. ഓക്കെ, അതൊക്കെയാണ് ലോവർ ലെവൽ മാനേജ്മെൻറ്റ് വരിക. അതിലേതെങ്കിലും ഒരെണ്ണം എഴുതി വയ്ക്കാം. ഓക്കെ, 2 എഴുതണം. മിഡിൽ ലെവൽ മാനേജ്മെൻറ്റിൽ 1, ലോവർ ലെവൽ മാനേജ്മെൻറ്റിൽ 2, അങ്ങനെ 2 എഴുതി കഴിഞ്ഞാൽ 1 മാർക്ക് വീതം 1 മാർക്ക്, അങ്ങനെയാണ് അതിൽ വരുന്നത്. ദെൻ മൂന്നാമത്തത് LPG സ്റ്റാൻഡ്സ് ഫോർ. എനിക്ക് എല്ലാവർക്കും അറിയുന്ന ക്വസ്റ്റ്യൻ തന്നെയായിരിക്കും. LPG എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ. ഓക്കെ, ദെൻ നാലാമത്തെ ക്വസ്റ്റ്യൻ, പ്ലാനിങ്ങിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തെടുക്കാനാണ് ചോദിച്ചിട്ടുള്ളത്. അതിൽ അതും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒന്നല്ല. എന്താണ്? സെറ്റിംഗ് ഒബ്ജക്റ്റീവ്സ്. ഓക്കെ, ദെൻ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ഇൻറ്റേർണൽ സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് ഐഡൻറ്റിഫൈ ചെയ്യാനാണ്. അപ്പോൾ അതിൽ ഒന്നാമത് പറയുന്നത് ക്യാമ്പസ് ഇൻ്റർവ്യൂ ആണ്. ക്യാമ്പസ് ഇൻ്റർവ്യൂ ഇൻറ്റേർണൽ അല്ല, എക്സ്റ്റേണൽ ആണ്. ദെൻ പ്രൊമോഷൻ ഇൻറ്റേർണൽ ആണ്. ദെൻ ജോബ് കോൺട്രാക്റ്റേഴ്സ്, അതും എക്സ്റ്റേണൽ ആണ്. ട്രാൻസ്ഫർ, അത് ഇൻറ്റേർണൽ ആണ്. അപ്പോൾ അതിൽ ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ B ആൻഡ് D ആണ് ആൻസർ വരും. ഓക്കെ, ഓപ്ഷൻ B ആൻഡ് D വരുന്നത് 4ാമത്തെ ഓപ്ഷനാണ്. ഓക്കെ, ഇനി 6ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് എലമെൻറ്റ് ഇൻ ദ കമ്മ്യൂണിക്കേഷൻ പ്രോസസ് ഇൻവോൾവ്സ് കൺവേർട്ടിംഗ് ദ മെസ്സേജ് ഇൻ ടു വേർഡ്സ്, സിംബൽസ്, ജെസ്റ്റേഴ്സ് എക്സെട്ര. ഓപ്ഷൻ മീഡിയ, എൻകോഡിംഗ്, ഫീഡ്ബാക്ക്, ഡീകോഡിംഗ്. അതും സംശയം ഉണ്ടാവാൻ സാധ്യതയില്ല. ആൻസർ എൻകോഡിംഗ് ആണ് വരിക. ഓക്കെ, അതിൽ 6 ക്വസ്റ്റ്യൻസ് 1 വേർഡ് ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. പിന്നെ 7ാമത്തെ ക്വസ്റ്റ്യൻ, കംപ്ലീറ്റ് ദ സീരീസ് ആണ്. കൺട്രോളിങ്ങിൻ്റെ സ്റ്റെപ്സ് ആണ് സീരീസിൽ കൊടുത്തിട്ടുള്ളത്. അതിൽ 2 ബ്ലാങ്ക് കൊടുത്തിട്ടുണ്ട്, 2 എഴുതാനാണ്. അതിൽ ഒന്നാമത് സെറ്റിംഗ് സ്റ്റാൻഡേർഡ് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്താണ്? മെഷർമെൻറ്റ് ഓഫ് ആക്ച്വൽ പെർഫോമൻസ് ആണ്. ഓക്കെ, അതാണ് ഒന്നാമത്തേതിൽ വരിക. ദെൻ കമ്പയർ ആക്ച്വൽ പെർഫോമൻസ് വിത്ത് സ്റ്റാൻഡേർഡ്. ദെൻ അതിനുശേഷം എന്താ? ഡീവിയേഷൻസ് അനലൈസ് ചെയ്യുക. അനലൈസിങ് ഡീവിയേഷൻ, ടേക്കിംഗ് കറക്റ്റീവ് ആക്ഷൻ. അപ്പോൾ ഇവിടെ 2 ബ്ലാങ്കാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൽ ഒന്നാമത്തെ ബ്ലാങ്കിൽ മെഷർമെൻറ്റ് ഓഫ് ആക്ച്വൽ പെർഫോമൻസും, 2ാമത്തതിൽ അനലൈസിങ് ഡീവിയേഷൻ വരും. ഓക്കെ, 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. 2 ശരിയാക്കിയാൽ 1 മാർക്ക്, 1/2 മാർക്ക് വീതമാണ് വരിക. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക, അസറ്റ്സ് വിച്ച് ആർ എക്സ്പെക്റ്റഡ് ടു ഗെറ്റ് കൺവേർട്ടഡ് ഇൻ ടു ക്യാഷ് വിത്തിൻ എ പീരീഡ് ഓഫ് 1 ഇയർ ആർ കോൾഡ്. ഓക്കെ, 1 വർഷത്തിനുള്ളിൽ എന്താണ് ക്യാഷ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന അസറ്റുകൾ എന്തെന്ന് വിളിക്കാമെന്നാണ്. എന്തൊക്കെയാണ് ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത്? ഫിക്സഡ് അസറ്റ്, കറണ്ട് അസറ്റ്, ടാഞ്ചിബിൾ അസറ്റ്, ഇൻടാഞ്ചിബിൾ അസറ്റ്. അല്ല, ഏതാണ് ആൻസർ വരിക? കറണ്ട് അസറ്റാണ് ആൻസർ വരിക. ഓക്കെ, അതൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് നമുക്ക് പ്രതീക്ഷിച്ച ക്വസ്റ്റ്യൻ തന്നെയാണ്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ 9ാമത്, ഹെൽപ്സ് എ ഫേം ടു മേക്ക് എ ഡിസ്റ്റിങ്ഷൻ ഫോർ ഇറ്റ്സ് പ്രോഡക്റ്റ് ഫ്രം കോമ്പറ്റീറ്റേഴ്സിൽ നിന്ന് നമ്മുടെ പ്രൊഡക്റ്റിനെ വേർതിരിക്കുന്ന ഇതെന്താണ്? അതിനെന്താണെന്ന് പറയുക?
ബ്രാൻഡിങ്, ലേബലും, പാക്കേജിങ്, പ്രൈസ്. ബ്രാൻഡിങ്, ഓക്കെ, ബ്രാൻഡാണ് കോമ്പറ്റീറ്റേഴ്സിൻ്റെ പ്രൊഡക്റ്റിൽ നിന്ന് നമ്മുടെ പ്രൊഡക്റ്റിനെ വേർതിരിക്കാൻ സഹായിക്കുന്നു. ഓക്കെ, ഇതിനടുത്തത് 10ാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ റെസ്പെക്ട് ഓഫ് വിച്ച് പ്രൊഡക്റ്റ് കൺസ്യൂമേഴ്സ് സ്പെൻഡ് ലോട്ട്സ് ഓഫ് ടൈം ആൻഡ് എഫേർട്സ് ഫോർ പർച്ചേസ്. ഏത് പർച്ചേസ് ചെയ്യാനാണ് ഏത് പ്രൊഡക്ട്സ് പർച്ചേസ് ചെയ്യാനാണ് കൂടുതൽ സമയം കൺസ്യൂമേഴ്സ് സ്പെൻഡ് ചെയ്യാന്നാണ് ചോദ്യം. ഏതാണ്? സ്പെഷ്യാലിറ്റി പ്രൊഡക്റ്റാണ്. ഓക്കെ, സ്പെഷ്യാലിറ്റി പ്രൊഡക്റ്റാണ് അവിടെ ആൻസർ വരിക. അപ്പോൾ ഇതിൽ 1 മുതൽ 10 വരെയുള്ള ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയായിരുന്നു. അതിൽ 8 മാർക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും തന്നെയാണ്. ഇനി 2ാമത്തെ ക്വസ്റ്റ്യൻ പാർട്ടിലേക്ക് നോക്കുമ്പോൾ 11 മുതൽ 16 വരെ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അതിൽ ഏതെങ്കിലും 5 ക്വസ്റ്റ്യൻ എഴുതിയാൽ മതി. ഓക്കെ, അതിലെ ക്വസ്റ്റ്യൻസ്. 1ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഐഡൻറ്റിഫൈ ആൻഡ് സ്റ്റേറ്റ് ദ ഫോഴ്സ് ദാറ്റ് ബൈൻഡ്സ് ഓൾ ദി അതർ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, മാനേജ്മെൻറ്റ് എല്ലാ ഫങ്ഷൻസിനെയും ബൈൻഡ് ചെയ്യുന്ന, കൂട്ടിച്ചേർക്കുന്ന ഫോഴ്സിനെ വിളിക്കുന്ന പേരെന്താണ്? കോർഡിനേഷനാണ് ആൻസർ വരിക കേട്ടോ. കോർഡിനേഷനും അതിനൊരു ചെറിയൊരു എക്സ്പ്ലനേഷനും കൊടുക്കണം. സ്റ്റേറ്റ് ചെയ്യാനും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ. ഇതൊരു കൺഫ്യൂസിങ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ ഇംഗ്ലീഷ് ആ ഒരു ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവണമെന്നില്ല കുട്ടികൾക്ക്. പക്ഷേ മലയാളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഒന്നും കൂടെ ഈസി ആയിട്ട് അതിൻ്റെ കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ പറ്റും. മാനേജ്മെൻറ്റ് മറ്റെല്ലാ ധർമ്മങ്ങളെയും ബന്ധിപ്പിക്കുന്ന ശക്തിയെ തിരിച്ചറിയും. മറ്റെല്ലാ ധർമ്മങ്ങളെയും ബന്ധിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്താ വരിക? കോർഡിനേഷനാണ് വരിക. ഓക്കെ, അപ്പോൾ അത് ഐഡൻറ്റിഫൈ ചെയ്യാനും സ്റ്റേറ്റ് ചെയ്യാനും ചോദിച്ചിട്ടുണ്ട്. കോർഡിനേഷൻ എന്താണെന്നും അതിൻ്റെ മീനിങ് എഴുതാനാണ് ചോദ്യം. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ 12ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. സ്റ്റേറ്റ് എനി 2 കോസസ് ഓഫ് ഫാറ്റിഗ് ദാറ്റ് മേ ക്രിയേറ്റ് ഹിൻഡ്രൻസ് ഇൻ ദ എംപ്ലോയീസ് പെർഫോമൻസ്. ഓക്കെ, എന്താ പറയുന്നത്? ജീവനക്കാരുടെ പ്രവർത്തനത്തിന് തടസ്സം സൃഷ്ടിക്കുന്ന ഫാറ്റിഗ്, ക്ഷീണത്തിൻ്റെ ഏതെങ്കിലും 2 കാരണങ്ങൾ എഴുതാനാണ്. നമുക്കറിയാം, കോമൺ ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്ന കാര്യങ്ങളാണ്. വർക്ക് ലോഡ്, അല്ലേ, ഓവർ ടൈം വർക്ക്, അതുപോലെ തന്നെ വർക്കിംഗ് ഹവേഴ്സ്, കൂടുതൽ ടൈം വർക്ക് ചെയ്യുക, അതുപോലെ ഡൂയിങ് അൺസ്യൂട്ടബിൾ വർക്ക്. ഓക്കെ, ദെൻ ബാഡ് വർക്കിംഗ് കണ്ടീഷൻ. ഓക്കെ, അതൊക്കെയാണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരിക. നിങ്ങളുടെ ഓൺ വേർഡ്സിൽ എംപ്ലോയീസിന് ക്ഷീണം ഉണ്ടാക്കുന്ന ഏതെങ്കിലും 2 ആക്ടിവിറ്റീസ്, ഏതെങ്കിലും 2 കാരണങ്ങൾ എഴുതാനാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ 2 കാരണങ്ങൾ ഈസി ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ക്വസ്റ്റ്യൻ വായിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. നമുക്ക് സ്വന്തമായിട്ട് പഠിച്ചിട്ടില്ലെങ്കിൽ എഴുതാൻ പറ്റുന്ന ഒന്നാണ്. ഇതിനടുത്ത് 13ാമത്തെ ക്വസ്റ്റ്യൻ. ക്യാൻ പ്ലാനിങ് വർക്ക് ഇൻ ഡൈനാമിക് എൻവയോൺമെൻറ്റ്. ഡൈനാമിക് എൻവയോൺമെൻറ്റിൽ പ്ലാനിങ് വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. വർക്ക് ചെയ്യാൻ പറ്റുമോ? അല്ലെങ്കിൽ മാറിക്കൊണ്ടിരിക്കുന്ന പരിസ്ഥിതിയിൽ ആസൂത്രണം പ്രാക്ടിക്കബിൾ ആണോ നിങ്ങൾ കരുതുന്നുണ്ടോ? യെസ് ഓർ നോ എന്നുള്ള രീതിയിലാണ്. നമുക്ക് 2 രീതിയിൽ അതിന് ആൻസർ എഴുതാം. ഓക്കെ, ക്യാൻ പ്ലാനിങ് വർക്ക് ഇൻ ഡൈനാമിക് എൻവയോൺമെൻറ്റ് യെസ് എന്നുള്ള രീതിയിൽ എഴുതാം, അതേപോലെ നോ എന്നുള്ള രീതിയിൽ എഴുതാം. ആ യെസ് എഴുതി കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ടുള്ള ജസ്റ്റിഫിക്കേഷൻ കൊടുത്താൽ മതി. നോ ആണെങ്കിൽ അതിനനുസരിച്ചുള്ള ജസ്റ്റിഫിക്കേഷൻ കൊടുത്താൽ മതി. ഓക്കെ, യെസ് ആണെങ്കിൽ അതിൻ്റെ ജസ്റ്റിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? പ്ലാനിങ്ങിൻ്റെ ബെനിഫിറ്റ്സ് ആണ് അവിടെ എഴുതേണ്ടത്. 2 ബെനിഫിറ്റ്സ് എഴുതി വയ്ക്കുക. അതേപോലെ നോ ആണെങ്കിൽ പ്ലാനിങ്ങിൻ്റെ ലിമിറ്റേഷൻ എഴുതി വയ്ക്കുക. ഓക്കെ, അപ്പോൾ അത് നിങ്ങളുടെ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ എങ്ങനെ എടുക്കുന്നു അതിനനുസരിച്ച് എഴുതാം. എസ് എന്നുള്ള രീതിയിലാണെങ്കിൽ ആ രീതിയിൽ ബെനിഫിറ്റ്സ് വെച്ചിട്ട് എഴുതാം. നോ ആണെങ്കിൽ പ്ലാനിങ്ങിൻ്റെ ലിമിറ്റേഷൻ വെച്ചിട്ട് എഴുതാം. ഓക്കെ, ദെൻ അടുത്തത് 14ാമത്തെ ക്വസ്റ്റ്യൻ. ഹൂ ഈസ് ലൈസൻസ് വെയർ ലീഡർ ആരാണെന്നാണ് ചോദ്യം. ലീഡർഷിപ്പിൻ്റെ ലീഡറിൻ്റെ ടൈപ്സിൽ വരുന്നതാണ്. ഓക്കെ, എന്താ പറയുന്നത്? ലൈസൻസ് വെയർ ലീഡറിനെയാണ് ഫ്രീ റെയിൻ ലീഡർ എന്ന് പറയുക. എ ലീഡർ ഡസ് നോട്ട് ബിലീവ് ഇൻ ദ യൂസ് ഓഫ് power unless it is absolutely essential. The followers are given a high degree of independence to formulate their own objectives and ways to achieve them. ഓക്കെ, അപ്പോൾ എന്താണ് ഇവിടെ? ഫോളോവേഴ്സിന് ഹൈ ഫ്രീഡം കൊടുക്കുന്നത്, അതാണ് ലൈസൻസ് വെയർ ലീഡർ എന്ന് പറയുന്നത്. ഓക്കെ, അത് നിങ്ങളുടെ ഓൺ വേർഡ്സിൽ എഴുതാം. ദെൻ അടുത്ത 15ാമത്തെ ക്വസ്റ്റ്യൻ. റോൾ ഓഫ് സെയിൽസ് പ്രൊമോഷൻ എക്സ്പ്ലെയിൻ ചെയ്യാനും, അതുപോലെ തന്നെ ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് സെയിൽസ് പ്രൊമോഷൻ ആസ് എൻ എലമെൻറ്റ് ഓഫ് പ്രൊമോഷൻ മിക്സ്. സെയിൽസ് പ്രൊമോഷൻ എന്താണെന്നുള്ള രീതിയിലാണ് ചോദ്യം ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് മീനിങ് ഫുൾ ആയിട്ടുള്ള ഏത് ആൻസർ എഴുതിയാലും അവിടെ സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ അടുത്തത് 16ാമത്തെ ക്വസ്റ്റ്യൻ. ഹൂ ഈസ് എ കൺസ്യൂമർ ആസ് പെർ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിൽ കൺസ്യൂമർ എന്നുള്ള രീതിയിൽ ആരെയാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്? ഓക്കെ, ആരൊക്കെ കൺസ്യൂമറിൽ ഉൾപ്പെടുമെന്നാണ്. കൺസ്യൂമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസ്യൂമർ ഈസ് എ പേഴ്സൺ ഹൂ ബൈസ് എനി ഗുഡ്സ് ഫോർ എ കൺസിഡറേഷൻ. അത്ര എഴുതിയാൽ മതി. 2 മാർക്ക് കിട്ടും. കൺസ്യൂമർ ആരാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്.
ഓക്കെ. അതിൽ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ അത്ര എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ഒന്നുമല്ല, കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെ തന്നെയാണ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ പഠിച്ചവർക്ക് മാക്സിമം സ്കോർ ചെയ്യാം. അടുത്തത് 17-22 പാർട്ട് സിയിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. പാർട്ട് സിയിൽ 5 ക്വസ്റ്റ്യൻസ് ആണുള്ളത്, 3 മാർക്ക് വീതം. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ 17ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. സ്കാലഡ് ചെയിനും ഗാങ് പ്ലാനും നമുക്ക് നോർമലി നമ്മൾ പ്രതീക്ഷിച്ച ക്വസ്റ്റ്യൻ തന്നെയാണ്. പ്രിൻസിപ്പിൾ ഓഫ് സ്കാലഡ് ചെയിനും ഗാങ് പ്ലാനും എക്സ്പ്ലെയിൻ ചെയ്യാൻ. ഓക്കെ, ഇപ്പോൾ ഒരു ഡയഗ്രാമൊക്കെ വരച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. ദെൻ 18ാമത്തെ ക്വസ്റ്റ്യൻ ഡെലിഗേഷൻ ഓഫ് അതോറിറ്റിയുടെ എലമെൻറ്റ്സ് ഏതൊക്കെയാണ്. ഓക്കെ, 3 എലമെൻറ്റ്സ് ആണുള്ളത്. അതോറിറ്റി, റെസ്പോൺസിബിലിറ്റി, അക്കൗണ്ടബിലിറ്റി. അതിന് ഒരു സെൻറ്റൻസ് എക്സ്പ്ലനേഷൻ കൂടെ കൊടുക്കണം. ഓക്കെ, ദെൻ 19ാമത്തെ ക്വസ്റ്റ്യൻ ട്രെയിനിങ്ങും ഡെവലപ്മെൻറ്റും തമ്മിലുള്ള ഡിഫറൻസ് എഴുതാനാണ്. ഓക്കെ, ട്രെയിനിങ്ങും ഡെവലപ്മെൻറ്റും തമ്മിലുള്ള ഡിഫറൻസും ഏതെങ്കിലും 3 ഡിഫറൻസ് എഴുതാനാണ് ചോദിച്ചിട്ടുള്ളത്. ദെൻ 20ാമത്തെ ക്വസ്റ്റ്യൻ കമ്മ്യൂണിക്കേഷൻ ബാരിയേഴ്സിൽ നിന്നുള്ളതാണ്. സെമാൻറ്റിക് ബാരിയേഴ്സ് ഏതൊക്കെയാണ്. ഓക്കെ, എന്താണ് സെമാൻറ്റിക് ബാരിയേഴ്സ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിലേതെങ്കിലും 3 സെമാൻറ്റിക് ബാരിയേഴ്സ് എഴുതാനാണ്. ഒരുപാട് ബാരിയേഴ്സ് വരുന്നു, മറ്റേ ബേഡ്ലി എക്സ്പ്രസ്ഡ് മെസ്സേജ്, സിമ്പിൾസ് വിത്ത് ഡിഫറെൻറ്റ് മീനിങ്സ്, ഫോൾട്ടി ട്രാൻസ്ലേഷൻ, ടെക്നിക്കൽ ജാർഗൺ എക്സെട്ര. ഒരുപാട് എക്സാമ്പിൾസ് അതിൽ പറയുന്നുണ്ട്, നമ്മുടെ ടെക്സ്റ്റിൽ പറയുന്നുണ്ട്. അതിലേതെങ്കിലും 3 എണ്ണം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ദെൻ 21ാമത്തെ ക്വസ്റ്റ്യൻ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് മെയിൻ ഒബ്ജക്റ്റീവ്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. 2 ഒബ്ജക്റ്റീവ്സ് ആണുള്ളത് നമുക്കറിയാം, വെൽത്ത് മാക്സിമൈസേഷനും പ്രോഫിറ്റ് മാക്സിമൈസേഷൻ. അത് രണ്ടും എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, 1.5 മാർക്ക് വീതമാണ് വരിക. ദെൻ 22ാമത്തെ ക്വസ്റ്റ്യൻ ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ റിഡ്രസൽ മെക്കാനിസം അവൈലബിൾ കൺസ്യൂമേഴ്സ് അണ്ടർ ദ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്. റിഡ്രസൽ മെക്കാനിസം അറിയാലോ, ഡിസ്ട്രിക്ട് ഫോറം, സ്റ്റേറ്റ് കമ്മീഷൻ, നാഷണൽ കമ്മീഷൻ. അതിന് ചെറിയൊരു എക്സ്പ്ലനേഷൻ കൂടെ കൊടുക്കാം. ഓക്കെ, ഈ ക്വസ്റ്റ്യൻസ് അത്ര ബുദ്ധിമുട്ടിക്കണമെന്നല്ല, പക്ഷേ നമ്മൾ പ്രതീക്ഷിച്ച ആ ക്വസ്റ്റ്യൻ പാറ്റേൺ അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിച്ചിരുന്ന കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, അതൊന്നല്ല 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, അങ്ങനെ ഒന്നുണ്ട്. കൂടുതലായിട്ട് നമ്മുടെ ബുക്കിലേക്ക് ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ മാത്രമേ നമുക്കിതൊക്കെ ആൻസർ എഴുതാൻ പറ്റുള്ളൂ. ഓക്കെ, ദെൻ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ അടുത്ത പാർട്ടിൽ വരുന്നത്. 23-27 അതിലേതെങ്കിലും 4 എണ്ണം എഴുതിയാൽ മതി. ഈ 5 ക്വസ്റ്റ്യൻസിൽ 4 എണ്ണം എഴുതിയാൽ മതി. അതിലെ ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് നോക്കാം. 23ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. 23ാമത്തെ ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ദ ടെക്നിക് ഓഫ് ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് ആസ് എനുൻസിയേറ്റഡ് ബൈ ടൈലർ യൂസിങ് ദ ഡയഗ്രാം. ഫങ്ഷൻ ഫോർമാൻഷിപ്പ് അത്രയും കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അത് ഡയഗ്രാം വരച്ചിട്ട് എഴുതാവുന്നേ ഉള്ളൂ. ഫങ്ഷൻ ഫോർമാൻഷിപ്പിൻ്റെ ഡയഗ്രാം വരയ്ക്കാനാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അത് എന്താണ് ഫങ്ഷൻ ഫോർമാൻഷിപ്പ് എന്ന് ആദ്യം എഴുതി വയ്ക്കുക. എന്നിട്ട് ആ പ്ലാനിങ് ഇൻചാർജും പ്രൊഡക്ഷൻ ഇൻചാർജും വെച്ചിട്ടുള്ള ഡയഗ്രാം ഉണ്ടല്ലോ, ബോസും ക്ലർക്കൊക്കെ വരുന്നത്, അത് വരച്ച് വെച്ച് കഴിഞ്ഞാൽ അവിടെ 4 മാർക്ക് കിട്ടും. ദെൻ 24ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് ബിസിനസ് എൻവയോൺമെൻറ്റ്, വൈ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ ബിസിനസ് എൻ്റർപ്രൈസ് ടു അണ്ടർസ്റ്റാൻഡ് ദെയർ എൻവയോൺമെൻറ്റ്. ബിസിനസ് എൻവയോൺമെൻറ്റിൻ്റെ ഇമ്പോർട്ടൻസ്. ഓക്കെ, അത് നമ്മൾ പ്രതീക്ഷിച്ച ക്വസ്റ്റ്യൻ തന്നെയാണ്. ഓക്കെ, ഏതെങ്കിലും 2 ഇമ്പോർട്ടൻസും ബിസിനസ് എൻവയോൺമെൻറ്റ് ഒരു മീനിങ് എഴുതാനാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ദെൻ 25ാമത്തെ ക്വസ്റ്റ്യൻ ലിമിറ്റേഷൻസ് ഓഫ് കൺട്രോളിങ് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ്. കൺട്രോളിങ്ങിൻ്റെ ലിമിറ്റേഷനാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അത് നോർമലി ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്നത് പ്ലാനിങ്ങിൻ്റെ ലിമിറ്റേഷനൊക്കെയാണ്, അപ്പോൾ കൺട്രോളിങ്ങിൻ്റെ ലിമിറ്റേഷനാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അത് പഠിച്ചവർക്ക് എഴുതാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് അല്ല, നിങ്ങൾക്ക് ഓൺ വേർഡ്സിലും കോൺസെപ്റ്റ് കറക്റ്റായിട്ട് അറിയുന്നുണ്ടെങ്കിൽ എഴുതാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണത്. ഇപ്പോൾ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ എക്സ്റ്റേണൽ ഫോഴ്സസ് അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഫാക്ടേഴ്സസ് കൺട്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എംപ്ലോയീസിൻ്റെ ഭാഗത്തു നിന്നുള്ള റെസിസ്റ്റൻസ്, കോസ്റ്റ് കൂടുതലാണ്, ഓക്കെ, ടൈം കൂടുതലാണ് എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് അതിൻ്റെ ആൻസർ കൊടുക്കാവുന്നതാണ് ലിമിറ്റേഷനിൽ. പിന്നെ 26ാമത്തെ ക്വസ്റ്റ്യൻ ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി എന്താണ്, വൈ, വെൻ ആൻഡ് ഹൗ ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ബൈ കമ്പനി. ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി എപ്പോഴാണ് ഉപയോഗിക്കുക എന്നുള്ള രീതിയിലാണ് ചോദിച്ചിട്ടുള്ളത്. അതൊക്കെ പ്രാക്ടിക്കലായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ഫീൽ ചെയ്തു. ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി എന്താണെന്ന് അറിയാമല്ലോ നമുക്ക്. എന്താണ് പ്രൊപ്പോർഷൻ ഓഫ് ഡെപ്റ്റ് ഇൻ ദ ക്യാപിറ്റൽ സ്ട്രക്ചർ ഈസ് കോൾഡ് ഫിനാൻഷ്യൽ ലിവറേജ്, ക്യാപിറ്റൽ ഗിയറിംഗ് ഓർ ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി. ക്യാപിറ്റൽ സ്ട്രക്ചറിൽ എന്താണ് ഡെപ്റ്റിൻ്റെ കണ്ടൻറ്റ് അല്ലെങ്കിൽ ഡെപ്റ്റിൻ്റെ പ്രൊപ്പോർഷനെയാണെന്ന് പറയുന്നത് ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് എപ്പോഴാണത് ഉപയോഗിക്കുക, ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി ഡെപ്റ്റ് കൂടുതൽ ഉൾപ്പെടുത്തുന്ന സിറ്റുവേഷൻ ഏതൊക്കെയാണ്, അതാണ് ചോദിച്ചിട്ടുള്ളത്.
ഒക്കെ ആ രീതിയിൽ ആൻസർ എഴുതണം. എന്നാൽ 27ാമത്തെ ക്വസ്റ്റ്യൻ പ്രൈസിങ്ങിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ്. നമ്മൾ പ്രതീക്ഷിച്ച ക്വസ്റ്റ്യൻ തന്നെയാണ്. പ്രൈസിങ്ങിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് അതിലേതെങ്കിലും 4 എഴുതിയിട്ട് 4 പോയിൻറ്റ്സ് എഴുതിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ. ദെൻ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ 28 to 31 വരെ 3 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യണം. ഒന്നാമത്തത് ഡീസെൻട്രലൈസേഷൻ ഈസ് എൻ ഒപ്റ്റിമൽ പോളിസി. എക്സ്പ്ലെയിൻ വൈ എൻ ഓർഗനൈസേഷൻ വുഡ് ചൂസ് ടു ബി ഡീസെൻട്രലൈസ്ഡ്. കൺഫ്യൂസിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ. എന്താണ് ഡീസെൻട്രലൈസേഷൻ കാര്യമായിട്ട് എഴുതി വയ്ക്കണം. എഴുതി വെച്ചാൽ അതിൻ്റെ മാർക്ക് കിട്ടും. ഓക്കെ. ഡീസെൻട്രലൈസേഷൻ എന്താണ് എന്നാണ് അവിടെ ചോദിച്ചിട്ടുള്ളത്. ഒരു ഓർഗനൈസേഷൻ സംബന്ധിച്ചിടത്തോളം ഡീസെൻട്രലൈസേഷൻ്റെ ആവശ്യകത ഉണ്ടോ അതാണ് അവിടെ ചോദ്യം. അപ്പോൾ അതിനനുസരിച്ച് ഡീസെൻട്രലൈസേഷൻ്റെ ഫീച്ചേഴ്സൊക്കെ എഴുതി വെച്ചാൽ തന്നെ അവിടെ മാർക്ക് വരേണ്ടതാണ്. 5 മാർക്ക് കേട്ടോ. ദെൻ 29ാമത്തെ ക്വസ്റ്റ്യൻ മാനേജ്മെൻറ്റ് സീരീസ് ഓഫ് കണ്ടിന്യൂസ് ഇൻ്റർ റിലേറ്റഡ് ഫങ്ഷൻസ് കമൻറ്റ്. ഓക്കെ. മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫങ്ഷനാണെന്നാണ്, കണ്ടിന്യൂസ് പ്രോസസ്സാണ്. എന്തുകൊണ്ടാണെന്നാണ് നമുക്ക് അറിയുന്ന കേസാണ്. മാനേജ്മെൻറ്റ് കണ്ടിന്യൂസ് പ്രോസസ്സ് ആവാനുള്ള കാരണം മാനേജ്മെൻറ്റ് 5 ഫങ്ഷൻസ് അത് റിപ്പീറ്റ് ചെയ്ത് വരുന്നതുകൊണ്ടാണ്. 5 ഫങ്ഷൻസ് അവിടെ എക്സ്പ്ലെയിൻ ചെയ്യുക, അതാണ് അവിടെ ഉദ്ദേശിച്ചത്. ഓക്കെ. മാനേജ്മെൻറ്റ് 5 ഫങ്ഷൻസ്. ദെൻ 30ാമത്തെ മാച്ച് ദി ഫോളോയിങ് ആണ്. അപ്പോൾ അതിൻ്റെ ആൻസർ വരിക പോളിസി എന്തിലാണ് വരിക? പോളിസി എന്ന് പറയുന്നത് ഒരു ജനറൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്. പോളിസി 1E ആണ് വരിക. ഓക്കെ. രണ്ടാമത്തത് പ്രൊസീജിയറാണ്. പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂട്ടീൻ സ്റ്റെപ്സ് ആണ്. റൂൾ എന്ന് പറയുന്നത് സ്പെസിഫിക് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. പ്രോഗ്രാം ഡീറ്റെയിൽഡ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. മെത്തേഡ് പ്രിസ്ക്രൈബ്ഡ് വേ ആണ്. ഓക്കെ. ആ രീതിയിലാണ് അതിൻ്റെ ആൻസർ വരിക. 5 മാർക്കാണ്. ദെൻ 31ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഡിവിഡൻഡ് ഡിസിഷൻ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. നമ്മൾ പ്രതീക്ഷിച്ച ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ. അത് 5 എണ്ണം എഴുതിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണം, എന്നാലാണ് അതിന് 5 ഫുൾ മാർക്ക് കിട്ടും. ഓക്കെ. 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടിക്കുന്ന ഫസ്റ്റ് ഡീസെൻട്രലൈസേഷൻ്റെ ക്വസ്റ്റ്യനൊക്കെ ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. പിന്നെ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ടും നേരിട്ടിട്ടുണ്ടായിരിക്കാം കുട്ടികൾ. ഓക്കെ. ഇനി 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കുകയാണെങ്കിൽ 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഒന്നാമത്തത് സെലക്ഷൻ്റെ പ്രൊസീജിയർ എഴുതാനാണ്. അത് കൺഫ്യൂസിങ് ഒന്നല്ല. ഓക്കെ. ഇത് നമ്മൾ പ്രതീക്ഷിച്ച ക്വസ്റ്റ്യൻ തന്നെയാണ്. പിന്നെ അടുത്തത് ഫിനാൻഷ്യൽ ആസ് വെൽ ആസ് ഫിനാൻഷ്യൽ ആൻഡ് നോൺ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ. അത് എക്സ്പ്ലെയിൻ ചെയ്യണം, എന്നാലാണ് 8 മാർക്ക് കിട്ടുള്ളൂ. 8 എണ്ണം, 2ലും കൂടെ 8 എണ്ണം മതി. അത് എക്സ്പ്ലെയിൻ ചെയ്യാം. പിന്നെ 34ാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ പ്രതീക്ഷിച്ച ക്വസ്റ്റ്യൻ തന്നെയാണ്. മോഡൽ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യനാണ്. മാർക്കറ്റിംഗ് എന്താണ്? മാർക്കറ്റിങ്ങിൻ്റെ ഫങ്ഷൻസ്. ഏതെങ്കിലും 7 ഫങ്ഷൻസും അതിൻ്റെ എക്സ്പ്ലനേഷനാണ് ചോദിച്ചിട്ടുള്ളത്. 8 മാർക്കിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ. ഓക്കെ. അപ്പോൾ 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ച ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണെങ്കിൽ കുറച്ച് കൺഫ്യൂസിങ് ആയിരുന്നു ഡീസെൻട്രലൈസേഷൻ്റെ ക്വസ്റ്റ്യൻ. അതുപോലെ തന്നെ അതിന് മുകളിൽ 4 മാർക്കിന് ചോദിച്ചിട്ടുള്ള ട്രേഡിംഗ് ഓൺ ഇക്വിറ്റിയുടെ ക്വസ്റ്റ്യൻ, പിന്നെ കോർഡിനേഷൻ്റെ 2 മാർക്ക് ക്വസ്റ്റ്യൻ. ഇതൊക്കെ കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. സ്ഥിരം നമ്മൾ പ്രതീക്ഷിച്ച ക്വസ്റ്റ്യൻസിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് ആണ് ഇത്തവണ ബിസിനസ് സ്റ്റഡീസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നു. സോ വാല്യുവേഷൻ ലിബറലായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. ഓക്കെ. എല്ലാവരും നന്നായിട്ട് എക്സാം എഴുതിയിട്ടുണ്ടാവും. എന്തായാലും നിങ്ങൾ എഴുതിയതിനനുസരിച്ചുള്ള റിസൾട്ട് നിങ്ങൾക്ക് ഉണ്ടാവട്ടെ. താങ്ക് യു.